അച്ഛവരെ അപ്പം നമ്മളിതാ കൂട് ഡെലിവറി ചെയ്യാൻ പോകണം കേട്ടോ. നമ്മുടെ പാലക്കാട് ജില്ലയിൽ പഴമ്പാലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൂട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഹോം ഡെലിവറി ചെയ്യാൻ പോവാണ്. മച്ചന്മാരെ നമ്മളിതാ പഴയന്നൂർ എത്താറായിട്ടുണ്ട് കേട്ടോ മച്ചന്മാരെ. അപ്പോൾ അവരുടെ വീട്ടിലത്തെ നമ്പർ കാര്യങ്ങൾ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൃശ്ശൂർ പാലക്കാടുള്ള ജില്ലകൾക്കൊക്കെ നമ്മൾ ഇതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ ചെയ്യുക. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ നമ്മൾ നമ്മുടെ ഡെലിവറി വണ്ടി ഉണ്ട്, അതിൽ കയറ്റി വിടുക ചെയ്യുക. ഇതേപോലെ കൂട് കാര്യങ്ങളൊക്കെ നമ്മൾ തൃശ്ശൂർ പാലക്കാടുള്ള ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുക്കും. അതേപോലെ പപ്പീസും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി കൊടുക്കും. നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ നമ്മൾ വീട്ടിൽ ഹോം ഡെലിവറി ചെയ്യും. അല്ലാത്തവർക്കൊക്കെ നമ്മൾ നമ്മുടെ പെറ്റ്സിൻ്റെ നമ്മുടെ മല്ലനും മഹാദേവനും അല്ലെങ്കിൽ സഹജീവി ഇങ്ങനെയുള്ള വണ്ടികളിൽ നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി കയറ്റി വിടും. ചുമരെ നമ്മൾ പഴമ്പാലക്കോട് എത്താറായിട്ടാണ്. ഇവിടെയാണ് നമ്മുടെ തിരുവല്ലാമല വില്വാതിരി ക്ഷേത്രമൊക്കെ നമ്മുടെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഏരിയയിലാണ്. അതേപോലെ നമ്മളിപ്പോൾ ഈ കൂട് കൊണ്ടുപോകുന്നത് ഒരു പിറ്റ്ബുള്ള് ഡോഗിന് ഇടാനുള്ള കൂടാണ് കേട്ടോ. അവർ വീഡിയോ കോൾ വിളിച്ചപ്പോൾ കണ്ടപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ഡോഗിനെ കണ്ടിട്ടില്ല. ഏകദേശം നാടൻ ഡോഗൊക്കെ കയറും. ഇപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവർ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് നമുക്ക് റിട്ടേൺ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ അതാണ് ഒരു ടാസ്ക്. പോയി നോക്കാം നമുക്ക്. ഇത്രയും ദൂരം വന്നതല്ലേ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. പോയി നോക്കാം. പാലക്കാട് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് മച്ചാനെ. ഇതുവരെ അവൻ്റെ ലൊക്കേഷനിൽ എത്തിപ്പെടാൻ പറ്റിയില്ല, കുറച്ചും കൂടി പോകാണ്ട്. ആദ്യം വണ്ടി അങ്ങോട്ട് കയറുമോ? മച്ചാമരെ അങ്ങനെ നമ്മൾ ഇപ്പം അതിൻ്റെ വീട് എത്തിയിരിക്കുകയാണ് കേട്ടോ മച്ചാമരെ. പാലക്കാട് ജില്ല. ഇത് എവിടെ ഉണ്ട് ഈ സ്ഥലം? പാലക്കാട് ജില്ല. ഇത് സ്ഥലം ഏതാ? ആലത്തൂർ പെടും. ഇത് ആലത്തൂരാണ് കേട്ടോ. അപ്പോൾ ഈ മോനാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ മോൻ്റെ ആഗ്രഹപ്രകാരമാണ് കേട്ടോ കൂട് പഠിക്കുന്നത്. പിറ്റ്ബുള്ള് ഡോഗിനാന്നാണ് പറഞ്ഞ്. ഒരു നാടൻ ഡോഗൊക്കെ കാണുന്നുണ്ട്. വരുന്നുണ്ട്. മറ്റേ പിറ്റ്ബുള്ളിനെ ക്രോസ് ചെയ്തില്ലേ? അപ്പോൾ അതെന്താ വിട്ടോ? എന്താ അച്ഛൻ സമ്മതിച്ചില്ലേ? പിറ്റ്ബുള്ളിൻ്റെ ഒരു ഡോഗ്, ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു ഈ പയ്യൻ്റെ കയ്യിൽ. അപ്പോൾ അതിനെ ക്രോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു പൈസ ഇല്ലാന്ന് പറയുന്നത് ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? വീഡിയോ എടുക്കേണ്ട കുഴപ്പമില്ല. അച്ഛൻ എന്താ വർക്ക്? അത് ഇറക്കണം. ഞാൻ വണ്ടി ഇങ്ങോട്ട് സെറ്റാക്കട്ടെ, ഇറക്കിയിടട്ടെ കേട്ടോ. നീ എന്നാ വീഡിയോ എടുത്തോണ്ട്. ഇതാണ് കറക്റ്റ്. അതിന് മുകളിൽ 2-10 ഓട് വെച്ച് കഴിഞ്ഞാല് ഇത് മാറ്റണം. ഇത് മാറ്റൊന്നും വേണ്ടല്ലോ. അതെന്തിന്? അതായാലും ഞാൻ ഇത് വെച്ചതാണ് വെറുതെ. അതിപ്പോ ഓട് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇതിലെങ്ങനെ ചാടിപ്പോവാ? ഒരിക്കലും ചാടില്ല. സൂപ്പറാണ് സാധനം അല്ലേ? കൂടുതൽ അടിപൊളി കൂടല്ലേ? അടിയും മെച്ചതും ഒക്കെ ഇരുമ്പ് തന്നെ. അടിയിലെ ടൈല് ഈ സാധനം എല്ലാം ഓക്കെ. അതിന് പാത്രം വെച്ച് കഴിഞ്ഞാല് ഫുഡ് കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ 3000 രൂപയ്ക്കാണ് കേട്ടോ അവന് കൂട് കൊടുത്തിരിക്കുന്നത്. ഡെലിവറി ചാർജ് വേറെ വന്നിട്ടുണ്ട് 800 രൂപ.
എൻ്റെ ഡോഗും ഉണ്ട്. ഭയങ്കര കുറെ. എന്താടാ എന്തേ ഞാൻ പോകുമ്പോ കുറയ്ക്കുക. അവിടെ ഇരിക്കണേ അടിക്കണം. കൂടെ ഇറക്കാം മച്ചാൻ വരെ. അവൻ ആരെ വിളിക്കാൻ പോയിട്ടുണ്ട്. ആർക്കാ വീഡിയോ എടുക്കാനോ? അപ്പോൾ നമുക്ക് രണ്ടുപേരും കൂടെ ഇറക്കാം, സീനില്ല. എന്തിനാ കുറയ്ക്കണ്? അവിടെ ഇരിക്കവിടെ. നിനക്കുള്ള കൂടാണിത് മച്ചാമാരെ. അപ്പൊ അവര് വീട്ടില് കൂട് കൊണ്ടുപോയി ഇറക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അവനെ ഉള്ളിൽ കയറ്റിക്കോ. ഇത്രയും നാൾ ഈ ചങ്ങലയിൽ ഇവിടെ അങ്ങനെ കെട്ടിയിടാ. അവനൊരു ഒരു കൂട് കെട്ടിയത് സ്വർഗമാണ് കേട്ടോ. അതാ കോഴിക്കൂടിൽ അത്ര നാൾ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ. അപ്പോൾ ഇവന് പറ്റിയൊരു അടിപൊളി കൂട് കിട്ടിയപ്പോൾ ഇവൻ എന്നെ കണ്ടപ്പോൾ വിളിച്ചതാണ് ഈ മോൻ. അങ്ങനെ അവൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചു. അച്ഛനൊക്കെ ഓക്കെ ആയി. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഡെലിവറി ചെയ്തിരിക്കാൻ പറ്റും. അച്ഛാവരെ അപ്പോൾ നമ്മൾ കൂട് വിറ്റ പൈസയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പൈസ എടുത്തിട്ട് നമ്മൾ ആദ്യം കാണുന്ന ഒരു തെരുവിലെ ഒരു ഡോഗിന് വയർ നിറച്ചും ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് അങ്ങനെ വീട്ടിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവരൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ വീട്ടിലേക്ക് അരി മേടിക്കാനുള്ള പൈസ കിട്ടുന്നത്. അപ്പോൾ ഇതിലും മൊത്തം നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണില്ല, കുറച്ച് പൈസ ഇവർക്ക് വേണ്ടി ചിലവാക്കും. അപ്പം നമുക്ക് ആദ്യം കാണുന്ന തെരുവിൽ കാണുന്ന ഡോഗിന് ബിരിയാണിയാണ് ഇപ്പം ഇന്ന് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ചേച്ചി നല്ല വൃത്തിയായിട്ട് ബിരിയാണിയൊക്കെ എടുക്കുന്നുണ്ട്. ചേച്ചിയുടെ പറഞ്ഞില്ലേ പേടിക്കണ്ട. മുതലാളി ഉണ്ട് ചിലപ്പോൾ ചെയ്തു. എന്തിനാ? മുതലാളിയുടെ കടയ്ക്കൊരു പേരും കൂടി ആവും. അതൊന്നും അറിയില്ലേ. മുതലാളി നല്ല കാര്യം ഏതാ മോൻ ചോദിക്കും. അച്ഛന്മാരെ നമ്മുടെ വണ്ടിയുടെ ബിരിയാണി മേടിച്ച് ഇറങ്ങി ഉടനെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. വേണോ? എന്നാ വാ. വേണ്ടേ? പൂവാണോ പൊക്കോ? എന്നാ എന്നാ വായോ. വിളിച്ചു നോക്കും, വരുന്നുണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കും. വാ വാടി വാ. വായോ. വരണമെന്നുണ്ട്, അവൾക്ക് വരണ്ടെന്നുണ്ട്. പോയി. നമ്മുടെ വണ്ടിയുടെ അടുത്ത് 2 സുന്ദരന്മാരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കാണ് ഫുഡ് കൊടുക്കുന്നത്. അവിടെ കണ്ടില്ലല്ലോ. രണ്ട് പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ആദ്യം എടുക്കണം.
ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിച്ചോ. അതെ, ഫുഡ് കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. ഞാൻ തെരുവുനായ വേണ്ട കൊടുത്താണ്. തെരുവുനായ വഴിയേർത്ത് കണ്ടപ്പോഴേ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കണത്. ഇനി നിങ്ങളെ കടിക്കില്ല. അതെ, ഇതെല്ലാം പുറത്തെ. അതെ, ഭക്ഷണം കഴിക്കട്ടെ ചേച്ചി, കൊടുത്തതല്ലേ, കഴിക്കട്ടെ. ആ ഭക്ഷണം എന്താ, ഭക്ഷണമല്ലേ, കഴിക്കട്ടെ. അല്ല, എന്തായാലും ഭക്ഷണമല്ലേ, കൊടുത്തതിന് വല്ല കുഴപ്പമുണ്ടാവും. ആ, ഞാൻ പ്ലേറ്റ് ഇവിടുന്ന് കൊണ്ടുപോവാ. ഞാൻ റോട്ടിൽ കിടക്കണ പട്ടിക്കല്ലേ കൊടുത്തു, വീട്ടിൽ കൊണ്ട് കൊടുത്തത്. നമ്മളൊരു മിണ്ടാപ്രാണിയല്ലേ കൊടുത്തപ്പോൾ. ആ, ഞാൻ പട്ടികളെ എന്തായാലും കൊണ്ടുപോകണമെന്നില്ല, ഭക്ഷണം കൊടുത്തു ജസ്റ്റ് കണ്ടപ്പോൾ. അല്ലാണ്ട് ഇപ്പം നമുക്ക് ഇതിനോട് സ്നേഹം കൊണ്ട് കൊടുത്താ. അതിന് കൊണ്ടുപോകണില്ല. ആ, ഞാൻ ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം ചേച്ചിക്ക്. തിരക്കിലാണോ ചേച്ചി?